നമസ്കാരം. ഞാൻ നന്ദുലക്ഷ്മി. ഡിവൈൻ ഡെവറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവിയേ നമഃ. സർവരുഹ രോഹവരാഹ സർവകഷ്ട വിദ്വേഷണം. ഇന്നത്തെ പതിവ് എന്താച്ചാല്, ആടി അമാവാസി അന്നേക്ക് ഒരു പിടി കല്ലുപ്പ് മതി നിങ്ങളുടെ സകല പ്രശ്നങ്ങളും മാറ്റിത്തരാനായിട്ട്. പതിവിലേക്ക് പോകുന്നതിന് മുന്നേ ഇത് വന്നിട്ട് ഓഗസ്റ്റ് മാസം വളർപ്പിറ പഞ്ചമി അപ്ഡേറ്റ് ആണ്. തിഥി വരുന്നത് 17-ാം തീയതി തിങ്കളാഴ്ചയാണ്. 16-ാം തീയതി ഞായറാഴ്ച രാത്രി 9 മണിയോടുകൂടി പൂജ, വഴിപാട്, യാഗം എന്നിവയ്ക്ക് പേരുകൾ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ്. മുന്നേ ഇരുന്ന് നമ്മുടെ ചാനൽ കണ്ടിന്യൂ ചെയ്ത് കണ്ടുവരുന്നവർക്ക് ഓൾ പ്രൊസീജിയേഴ്സും അറിയാം. എന്നാൽ നമ്മുടെ ചാനലിൽ നോ മെമ്പേഴ്സ് ആണ്. നിങ്ങൾക്കും ചേർന്നച്ചാൽ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കാണിക്കുന്നുണ്ട്, അതിലേക്ക് മെസ്സേജ് ചെയ്തോളുക. അപ്പോൾ ഓൾ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് റിപ്ലൈ ആയി വരുന്നതാണ്. ആദ്യം എല്ലാം അറിഞ്ഞോളുക, മനസ്സിലാക്കിക്കൊള്ളുക. വീണ്ടും പക്ഷത്തിൽ നിങ്ങൾക്കും നിങ്ങളുടെ പേരുകൾ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി വന്നോളൂ, നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് പോകാം. ഓൾറെഡി ഞാൻ പറഞ്ഞു, ഇത് വന്നിട്ട് ഉപ്പ് പരിഹാരമാണ്. ഇത് അമാവാസ്യ തിഥി ഇരിക്കുമ്പോൾ രാത്രി ചെയ്യേണ്ടിയത്. ശരിയാ? ഒരു കൈപ്പിടി കല്ലുപ്പ് മതി. എന്ത് പ്രശ്നം ഇരുന്നാലും അത് നിങ്ങളിൽ നിന്നും മാറിപ്പോവും. ലൈഫിൽ നിറയെ പേര് സക്സസ് ആയവരെ എല്ലാം നോക്കിയാല് ഈ ഉപ്പ് വച്ചിട്ടാണ് നിറയെ പേര് ലൈഫ് സക്സസ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലൊന്ന് തോന്നും, അങ്ങനെ എങ്ങനെയാണ് ഉപ്പ് വെച്ച് ലൈഫ് സക്സസ് ആക്കുന്നതെന്ന്. ഉപ്പ് വന്നിട്ട് തൊട്ടാലേ ദോഷങ്ങളെല്ലാം മാറിപ്പോവുമെന്നാണ് ഐതിഹ്യം പറയുന്നത്. ഉപ്പ് വച്ചിട്ട് നിങ്ങൾ എന്ത് ചോദിച്ചാലും അത് നിങ്ങൾക്ക് കിട്ടും. ഉപ്പ് നമ്മൾ ഏത് ഇടത്തിൽ കൊണ്ടുവച്ചാലും ആ ഇടത്തിലിരിക്കുന്ന നെഗറ്റീവ് എനർജിയെ ഉപ്പ് വന്നിട്ട് അബ്സോർബ് ചെയ്യും. അതും ഈ അമാവാസ്യ, പൗർണമി ഇങ്ങനെയുള്ള നാളുകളിലൊക്കെ നമ്മൾ ഉപ്പ് വന്നിട്ട് അധികം பயன்படுത്തണം. ഒരു കാര്യം പറയാം, ഉപ്പ് കല്ലുപ്പാണ്, അത് ഓർത്തോളണേ. അമാവാസ്യ നാളുകളിൽ വന്നിട്ട് നിങ്ങൾ ഉപ്പ് എത്രയ്ക്ക് നിങ്ങൾ ഉപയോഗിക്കുന്നുവോ അത്രയ്ക്കും നല്ല ഫലങ്ങൾ വന്നിട്ട് നിങ്ങളുടെ വന്നു ചേരും. സാധാരണ അമാവാസ്യക്ക് അങ്ങനെ, എന്നാൽ ഈ ആടി അമാവാസ്യ, കർക്കിടക അമാവാസ്യക്ക് നമുക്കത് പറയേണ്ടത് ആവശ്യമേ ഇല്ല. ഉപ്പ് വച്ച് നിങ്ങൾ ഇത് ചെയ്തോളൂ. നിങ്ങൾ എന്ത് ചോദിക്കുന്നുവോ അതെല്ലാം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. പണ്ടത്തെ കാലത്തൊക്കെ ഒരാള് വേറൊരു വീട്ടില് വിരുന്നിന് പോകുമ്പോൾ ചെന്ന ഉടനെ തന്നെ കഴിക്കാൻ പറയും. ഒരു ഇല വെച്ചിട്ട് ഫേസ്റ്റിൽ വയ്ക്കുന്നത് ഉപ്പാണ്. ഇത് ഐതിഹ്യം ഫോളോ ചെയ്യുന്നത്. എന്നാൽ ഈ ഐതിഹ്യത്തിനുള്ളില് ഒരു സൂക്ഷ്മത്തെ മറച്ചു വെച്ചിരിക്കുന്നുണ്ട്. അത് എന്ത് സൂക്ഷ്മം എന്ന് ചോദിച്ചാല് ആ രഹസ്യം ഫസ്റ്റിൽ നമുക്ക് മനസ്സിലാക്കാം. ഒരുത്തര് കഷ്ടപ്പെട്ട് വീട് കെട്ടിയെന്ന് വെച്ചുകൊള്ളൂ. അതും വീട്ടിൽ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള പൊരുൾകളും എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട്. മീൻസ് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. കട്ടില്, സോഫ, അത് ഇത് ലോട്ടിലോടുക്ക് എല്ലാമേ. ഉടനെ ഒരാള് വന്നാല് എന്ത് മനസ്സിൽ വിചാരിക്കും? അപ്പാ எப்படியானு வாழ்ந்துட்டே இருக்கிறது, இவ்வளோ ரிச்சா இருக்கீங்களே, இவ்வளோ வசதியா இருக்கீங்களே, அத்தனை அளவுக்கு വാങ്ങി പോട്ടിരിക്കணும், അങ്ങനെ മനസ്സിൽ കരുതുമില്ലേ? ഈ കണ്ണടി മീൻസ് കൺദൃഷ്ടി എന്നത് ചുമ്മാ ഒരു കാര്യം മാത്രമല്ല. കണ്ണാടി അടിപ്പെട്ടാലും കണ്ണടിപ്പെടക്കൂടാതെ എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അതിനാലെ அவங்க വീട്ടിക്ക് വന്ന ഉടനെ ഭക്ഷണം കൊടുക്കുമ്പോൾ ആ ഇലയിൽ ഫേസ്റ്റിൽ വന്നിട്ട് ഉപ്പല്ലേ വയ്ക്കുന്നത്. ആ ഉപ്പ് വന്നിട്ട് അവരുടെ മനസ്സിലെ ചിന്തകളും അവരുടെ വാക്യങ്ങളും അവർ മനസ്സിൽ എന്ത് കരുതുന്നുവോ, എന്ത് പറയാൻ പോകുന്നുവോ, അവരുടെ ജലസനെയും എല്ലാം അത് മാറ്റാൻ കൂടിയ ശക്തിപ്പിന് ഇരിപ്പുണ്ട്. അതിനാലെയാണ് ഉപ്പ് വന്നിട്ട് മുതലേ വയ്ക്കുന്നത്. ഈ ഉപ്പ് വയ്ക്കുന്നതിന്റെ കാരണമേ ഇതാണ്. ശരിയാ? നെഗറ്റീവ് എനർജിയെ ഓടിച്ച് തുരത്തി വിടുന്നതിന് വേണ്ടിയിട്ട്. നിങ്ങൾ വന്നിട്ട് പണം വേണമെങ്കിലും ശരി, പൊരുൾ വേണമെങ്കിലും ശരി, നിങ്ങൾക്ക് പദവി വേണമെങ്കിലും ശരി, ഏത് വേണാലും നിങ്ങൾക്ക് ഈ ഉപ്പിലൂടെ നേടിയെടുക്കാൻ പറ്റും. ഉപ്പ് വെച്ചിട്ട് ഏകപ്പെട്ട താന്ത്രിക മുറകൾ ഇരിക്കുന്നുണ്ട്. ഈ ഒരേ ഒരു താന്ത്രിക മുറ വന്നിട്ട് എല്ലാ വിഷയത്തിനും ഫലം കൊടുക്കുന്നത്. ഒരുപാട് പേരിരിക്കുന്നുണ്ട്. ഉപ്പ് വെച്ചിട്ട് ബ്രഹ്മമുഹൂർത്തത്തില് ഒരു പിടി ഉപ്പ് എടുത്ത് വെച്ച് അവരുടെ വേണ്ടുതൽ വെച്ച് പ്രാർത്ഥിക്കുന്ന നിറയെ പേര് സക്സസ് ആയവര് ഇരിക്കുന്നുണ്ട്. ഇതിന് വന്നിട്ട് നമുക്ക് മന്ത്രമെല്ലാം ആവശ്യമില്ല. ഞാൻ ഈ പറയുന്ന പരിഹാരം വന്നിട്ട് നിങ്ങൾ അമാവാസ്യ എന്ന് രാത്രി ചെയ്തോളുക. അതല്ല നിങ്ങൾക്ക് ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്യണമെന്ന് ഉള്ളവരാണെങ്കിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്തോളുക. കാരണം നാളേക്ക് ഏർലി മോർണിംഗ് ബുധനാഴ്ച 2 മണിയിൽ ഇരുന്നേ
അമാവാസ്യ തിഥി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ബ്രഹ്മമുഹൂർത്തത്തിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്, രാത്രിയും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. അല്ല, നാളെ ഇപ്പം വിടുന്നവരാണെങ്കിൽ ഏത് ദിവസമായാലും നിങ്ങൾ രാത്രിയിൽ ചെയ്തോളുക, അല്ലെങ്കിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്തോളുക. നിങ്ങൾ കുറച്ച് ഉപ്പ്, ഒരു പിടി ഉപ്പ് നിങ്ങൾ കയ്യിലെടുത്തോളുക. നമ്മുടെ ശരീരത്തിൽ നോക്കിയാൽ പഞ്ചഭൂത ശക്തി ഇരിക്കുന്നുണ്ട്. இந்த കയ്യിൽ വന്നിട്ട് നമ്മൾ ഉപ്പ് വച്ചിരിക്കുമില്ലയാ, ഈ ഉപ്പ് വന്നിട്ട് പ്രപഞ്ചത്തിലിരിക്കുന്ന ആ പഞ്ചഭൂത ശക്തിയെയും നമ്മളുടെ ശരീരത്തിലിരിക്കുന്ന പഞ്ചഭൂത ശക്തിയെയും ആക്ടിവേറ്റ് ചെയ്ത് നമ്മൾ ചോദിക്കുന്നത് എല്ലാം നടത്തി വെച്ചു തരും. എങ്ങനെയുള്ള വിഷയമായാലും അത് വന്നിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് നടന്നു കിട്ടും. ഈ പരിഹാര മുറ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് നിറയെ പേര് യൂസ് ചെയ്ത് ഭയങ്കരമായിട്ട് സക്സസ് ആയ ഒരു മുറ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് അറിയുമായിരിക്കും അത് ഒരു മുറപ്പടിയാണ് ചെയ്യേണ്ടത്, അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. എന്നിട്ട് നമ്മൾ പരിഹാരത്തെ നോക്കാം. ഈ കല്ലുപ്പ് എടുത്തിട്ട് നിങ്ങളുടെ കുലദൈവത്തെ മനസ്സിൽ നന്ന വേണ്ടിയിട്ട് ബ്രഹ്മമുഹൂർത്ത നേരത്ത് നിങ്ങൾ ഉപ്പിങ്ങനെ കയ്യിൽ വെച്ചിട്ട് വടക്ക് നോക്കി ഇരുന്നോളണം. അതല്ല, ചില കിഴക്ക് നോക്കി ഇരുന്നാലും മതി. വടക്ക് നോക്കി ഇരുന്നാലും ഒത്തിരി വൈബ്രേഷൻ കിട്ടും. വടക്ക് മീൻസ് ഒരു കാന്തം ശക്തിയെ കൊടുക്കുന്നത് സയൻസ് വെച്ച് നോക്കിയാൽ. അതുപോലെ തന്നെ പണ്ട് മുനിവര്യന്മാരെല്ലാം വടക്ക് നോക്കിയിരുന്നാണ് പൂജാ വഴിപാടുകളൊക്കെ ചെയ്തിരുന്നത്. ഏത് കേട്ടാലും സക്സസ് ആണെന്നാൽ നമ്മൾ വടക്ക് നോക്കി തന്നെ ഇരിക്കുക. കയ്യിൽ ഒരു പിടി ഉപ്പ് ഇരിക്കുന്നുണ്ടല്ലോ, കുലദൈവത്തിനെ പ്രാർത്ഥിച്ചല്ലോ, എന്നിട്ട് പറയുക, ഞാൻ നന്നായിരിക്കുന്നുണ്ട്, ഞാൻ സന്തോഷമായിരിക്കുന്നുണ്ട്, ഒരു തരത്തിലുള്ള ദേഹാസ്വസ്ഥയോ ശരീരാസ്വസ്ഥയോ ഒന്നുമില്ലാതെ ഹെൽത്ത് നന്നായിട്ട് എനിക്ക് ഇരിക്കുന്നുണ്ട്, എനിക്ക് വരുമാനം നിറയെ വന്നിട്ടിരിക്കുന്നു, ഞാൻ നല്ല ജോലിയിലിരിക്കുന്നു, എനിക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല, എന്റെ ഹസ്ബൻഡ് ഞാൻ പറയുന്നത് എല്ലാം കേൾക്കുന്നുണ്ട്, എന്റെ ഭാര്യ വന്നിട്ട് ഞാൻ പറയുന്നത് എല്ലാം കേട്ട് അനുസരിച്ച് പോകുന്നുണ്ട്. ഇങ്ങനെ നിങ്ങളുടെ വേണ്ടുതലെല്ലാം അങ്ങനെ പോസിറ്റീവായിട്ട് നിങ്ങൾ പറഞ്ഞോളുക. നെഗറ്റീവായിട്ട് യാതൊരു കാരണം കൊണ്ട് ഒന്നും ചിന്തിക്കാതിരിക്കുക. എന്താണ് അങ്ങനെ പറഞ്ഞാല് ഈ ഉപ്പ് വന്നിട്ട് നമ്മൾ പറയുന്നത് അബ്സോർബ് ചെയ്യും, ഈർക്കക്കൂടിയത്. അതുപോലെ തന്നെ സെൽവം ഈർക്കക്കൂടിയത്. ഉപ്പ് നമ്മൾ എന്ത് പറഞ്ഞാലും അത് നമുക്ക് തരുന്നത്, നമ്മൾ പറയുന്നതെല്ലാം കേൾക്കുന്നത്. സോ നല്ലത് മാത്രം ചൊല്ലുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞോളുക. നിങ്ങൾ ചോദിക്കുന്നതെല്ലാം കിട്ടും. ആ ഉപ്പിനെ കയ്യിൽ വെച്ച് ഉപ്പ് തൊട്ടുകൊണ്ട് നിങ്ങൾ ഇത് പോസിറ്റീവായിട്ട് ചിന്തിച്ച് പറഞ്ഞോളുക. ബ്രഹ്മമുഹൂർത്ത സമയത്ത് ഇത് ചെയ്യുമ്പോൾ ഇത് വന്നിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് വലിക്കും. പ്രപഞ്ചത്തിലിരിക്കുന്ന ആ ശക്തി മുഴുവനും ഈ ഉപ്പിൽ വന്നിട്ട് അതിലൂടെ നിങ്ങൾക്ക് കിട്ടും. ഒരു നാഴിക, ദാറ്റ് മീൻസ് 24 നിമിഷം നിങ്ങൾ ഇത് കയ്യിൽ വെച്ചിരുന്നാലേ പോതും. എന്ത് ചോദിച്ചാലും അത് നിങ്ങൾക്ക് കിട്ടും. ഇത് വന്നിട്ട് നിങ്ങൾ ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്യേണ്ടത്. ശരിയാ. ഇനി പറയാൻ പോകുന്ന പരിഹാരം വന്നിട്ട് നിങ്ങൾ അമാവാസ്യ രാത്രി ചെയ്തോളൂ. നിങ്ങളുടെ പയ്യൻ വന്നിട്ട് നിങ്ങളുടെ വാക്ക് കേൾക്കണം, ഭർത്താവ് വന്നിട്ട് നിങ്ങളുടെ വാക്ക് കേൾക്കണം, നിങ്ങൾക്ക് സെൽവം വന്നു ചേരണം, നിങ്ങളുടെ മനസ്സിൽ എന്ത് വേണ്ടുതലുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിലൂടെ നിറവേറ്റിയെടുക്കാവുന്നതാണ്. ആവശ്യമില്ലാത്ത നമ്മുടെ മനസ്സിലുള്ള ദുർചിന്തകളും എല്ലാം മാറിക്കിട്ടും. ഏതളവിന് നിങ്ങൾ തൊട്ട് നിങ്ങൾ പരിഹാരം ചെയ്യുന്നുവോ ആ അളവിന് നിങ്ങളെ ഉപ്പ് ഉയർത്തിക്കൊണ്ടു പോകും. നാളെ രാത്രി നിങ്ങൾ ഒരു പിടി കല്ലുപ്പ് എടുത്തോളുക. ആ ഉപ്പിൽ വന്നിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടോളുക. എന്നതിന് ശേഷം കൈവച്ച് ആ ഉപ്പ് നന്നായിട്ട് ഇറുക്കി പിടിച്ചോളുക. എന്നിട്ട് നമ്മുടെ ആവശ്യം, ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ നമ്മുടെ ആവശ്യം പറയുക, പോസിറ്റീവായിട്ട് പറയുക. എന്നതിന് ശേഷം ഈ ഉപ്പ് വന്നിട്ട് നിങ്ങൾ വെള്ളത്തിൽ അലിയിപ്പിക്കുക. ശരിയാ. അമാവാസ്യ അന്നേക്ക് നമ്മൾ ഈ ചെയ്യുന്ന ഈ ഒരു വഴിപാടിനാല് നമ്മുടെ വീടിലോ നമുക്കുള്ളയോ ഇരിക്കുന്ന എല്ലാ നെഗറ്റീവ് എനർജിയും പോയി പോകും. അതിങ്ങനെ ഉപ്പ് കരയ്ക്കുമില്ലേ, നമ്മൾ ഉപ്പ് കരച്ച് കളയും. ആ വെള്ളത്തിൽ നമ്മുടെ ഫീലിങ്സ് എല്ലാം പോയി കിട്ടും. എന്നതിന് ശേഷം നിങ്ങൾ ഒരു ബൗളിലോ ഇല്ലെങ്കിൽ ഒരു ടംബ്ലറിലോ, അത് ഒരിക്കലും നിങ്ങൾ സ്റ്റീലോ അങ്ങനൊന്നും എടുക്കരുത്, സെറാമിക്കോ മൺചിരാതോ അങ്ങനെയുള്ളത് എടുത്തിട്ട് ഒരു പിടി കല്ലുപ്പ് നിങ്ങൾ അതിലെടുത്ത് വെക്കുക. എന്നതിന് ശേഷം ഒരു ലെമൺ, ചെറുനാരങ്ങ, രാജക്കനി എടുത്ത് അതിന്റെ മേലെ വെച്ചിട്ട് നിങ്ങൾ വീട്ടിന്റെ ഹോളില് വടക്ക് ദിശ നോക്കി വെക്കുക. ഇല്ലെങ്കിൽ പൂജാറയിൽ വെച്ചാലും മതി. ഇത് വന്നിട്ട് നല്ലൊരു ഈർപ്പ് ശക്തി, അതായത് അബ്സോർബ് ചെയ്യാനുള്ള ശക്തി ഭയങ്കരമായിട്ടുള്ളത്. ഇതിലൂടെ നമ്മുടെ വീട്ടിലിരിക്കുന്ന എന്ത് എതിർമര ശക്തി ഇരുന്നാലും അതെല്ലാം പോയി കിട്ടും. ദെൻ നെക്സ്റ്റ് എന്താ വെച്ചാല് നിങ്ങൾ ഈ അമാവാസ്യക്ക് ഈ രാത്രി ചെയ്യേണ്ടത് എന്താ വെച്ചാല് ഒരു പിടി കറുകപ്പുല്ല് എടുത്തോളുക. കൂടെ കുറച്ച് കുപ്പമേനി വേരും കൂടെ എടുക്കുക. ഇത് രണ്ടും എടുത്ത് ഇത്തിരി മഞ്ഞപ്പൊടി
വെച്ച് കലക്കിയ വെള്ളത്തിൽ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. എന്നതിന് ശേഷം നിങ്ങൾ ഇത് കൊണ്ടുവന്ന് നല്ല ശുദ്ധജലത്തിലിട്ടിട്ട് കുറച്ച് കല്ലുപ്പ് അതിലിട്ട് നന്നായിട്ട് അതിനെ പരവിയെടുക്കുക. എന്നതിന് ശേഷം നിങ്ങൾ ഈ വെള്ളം ഉണ്ടല്ലോ, ഇത് മിക്സ് ചെയ്ത ഈ വെള്ളത്തിനെ എടുത്ത് വയ്ക്കുക. അത് ദിവസേന നിങ്ങൾ കുളിക്കുമ്പോൾ ഒരു സ്പൂണോ എത്രയെങ്കിലും കുറച്ചൊഴിച്ച് കുളിച്ചോളുക. ഇത് കുടുംബത്തിലെ എല്ലാവർക്കും ചെയ്യാം. ഒരു സ്പൂൺ വെള്ളം മാത്രം അതിൽ ഒഴിച്ച് കുളിച്ചോളുക. ഇത് വന്നിട്ട് നമുക്ക് നമ്മുടെ ശരീരത്തിലിരിക്കുന്ന ഏത് തരത്തിലുള്ള പ്രശ്നമായാലും മാറിക്കിട്ടും. എങ്ങനെയുള്ള മനസ്സിന്റെ കഷ്ടം ഇരുന്നാലും പണത്തിന്റെ കഷ്ടം ഇരുന്നാലും എന്തായാലും ഒരു ഭയങ്കരമായിട്ടുള്ള പ്രശ്നത്തിൽ കൂടി നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനും നിങ്ങൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് വന്നു കിട്ടും. എല്ലാം വന്നിട്ട് നിങ്ങൾക്ക് വശ്യമാവും. ശരിയാ? ഇത് ചെയ്യുന്നതിലൂടെ അടുത്ത വങ്ക നിങ്ങളുടെ വശത്തേക്ക് വരും. അത് ഈസി ആയിട്ട് വരും. ശരിയാ? അതായത് നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങൾ പറയുന്ന കേൾക്കുന്നില്ലെങ്കിൽ പിന്നെ തൊട്ട് ഈസി ആയിട്ട് കേൾക്കും. ഇത് നിങ്ങൾ ഈ വെള്ളത്തിൽ ചേർത്ത് കുളിക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ വേണ്ടിക്കോങ്ക, എന്തെല്ലാം നിങ്ങൾക്ക് നടക്കണമോ അതെല്ലാം നിങ്ങൾ നന്നായിട്ട് വേണ്ടിക്കൊള്ളുക. പറഞ്ഞൂല്ലേ, എല്ലാം പോസിറ്റീവായിട്ട്. എൻ്റെ ഹസ്ബൻഡ് ഞാൻ പറയുന്നത് കേട്ടാണ് നടക്കുന്നത്, എൻ്റെ മോൻ ഞാൻ പറയുന്നത് കേട്ട് നടക്കുന്നത്, എനിക്ക് ഞാൻ ആഗ്രഹിച്ച ജോലിയിൽ തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, എനിക്ക് സെൽവം ധാരാളം വന്നിട്ടിരിക്കുന്നു, പണവരവ് എനിക്ക് അധികമായിട്ട് വന്നിട്ടിരിക്കുന്നു. ഇതെല്ലാം ഇങ്ങനെ പോസിറ്റീവായിട്ട് നിങ്ങൾ ചിന്തിച്ച് പറഞ്ഞോളുക. എന്താണ് നിങ്ങൾ വശ്യം ചെയ്യേണ്ടതെന്ന് മനസ്സിൽ കരുതുന്നുവോ അതെല്ലാം നിങ്ങൾ പറഞ്ഞോളുക. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നത് നടക്കും. അതുപോലെ തന്നെ ഈ വാരത്തിൽ 2 ദിവസമെങ്കിലും വീട് തുടയ്ക്കുമല്ലോ, ആ വീട് തുടയ്ക്കുന്ന സമയത്തിന് വെള്ളത്തിൽ കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും കുറച്ച് കർപ്പൂരവും കൂടെ ചേർത്ത് നിങ്ങൾ വീട് തുടച്ചാൽ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന എതിർമറാട്ടലും അതുപോലെ തന്നെ കൺദൃഷ്ടിയും എല്ലാം പോയി കിട്ടും. ഇതൊക്കെ ഓർമ്മ വെച്ച് നിങ്ങൾ ഈ ചെറിയ ടിപ്സൊക്കെ ചെയ്തോളുക. അതിൽ നിന്ന് നിങ്ങൾക്ക് വരുന്നത് വലിയ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത മാതിരിയുള്ള ഫലങ്ങളായിരിക്കും. ശരിയാ? ഏത് പ്രശ്നത്തിൽ കൂടെ നിങ്ങൾ പോയിട്ടിരുന്നാലും ഈ ഉപ്പ് എന്നത് നിങ്ങൾക്ക് ഒരു മികപ്പെരിയ ഫലത്തെ കൊടുക്കുന്നത്. അതിനാൽ നിങ്ങൾ ഈ പരിഹാരം ചെയ്തോളുക. ഡേ ടൈമിൽ ചെയ്യരുത്. ഒന്നുകിൽ നിങ്ങൾ രാത്രി ചെയ്തോളുക, ഇല്ലെങ്കിൽ ബ്രഹ്മമുഹൂർത്ത സമയത്ത് ചെയ്തോളുക. നിങ്ങളുടെ ജീവിതമേ മാറ്റിമറിക്കാൻ ശക്തിയുള്ളത് ഉപ്പ്. അതിനാൽ ഇത് യാതൊരു കാരണവശാലും മിസ് ചെയ്യരുത്. സോ നിങ്ങൾ ചെയ്ത് നോക്കിക്കോളുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ചോദിച്ചോളൂ. ഇതൊക്കെ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പതിവ് ഞാൻ നേരത്തെ പോടുന്നത്. നാളെയാണ് അമാവാസ്യ, അറിയാമല്ലോ. ഇന്നത്തെ പതിവ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു. പതിവ് പിടിച്ചിരുന്നാൽ ഒരു ലൈക്ക് തരണേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പക്കത്തുള്ള ഹൈപ്പ് എന്ന ബട്ടൺ കൂടെ ഒന്ന് അമർത്തണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.